നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇലക്ഷൻ സർവേയിലേക്കാണ് ഇന്ന് വീണ്ടും പോകുന്നത്. ഇന്നത്തെ സർവേ പോകുന്നത് കണ്ണൂരിലേക്കാണ്. CPM-ന്റെ കോട്ടയായ കണ്ണൂർ, കോൺഗ്രസിന്റെ ശക്തമായ മണ്ഡലമായ കണ്ണൂർ, BJPക്കും വേരോട്ടമുള്ള കണ്ണൂർ. കണ്ണൂരിലാണെങ്കിൽ സിറ്റിംഗ് MP ആയിട്ടുള്ളത് K. സുധാകരനാണ്. KPCCയുടെ പ്രസിഡന്റും കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാവുമായ K. സുധാകരനാണ് അവിടെ കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിക്കുന്നത്. അതുപോലെ LDF-ന് വേണ്ടി MV ജയരാജനാണ് മത്സരിക്കുന്നത്. MV ജയരാജൻ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. CITUവിന്റെ അനിശ്ചിതനായ നേതാവാണ്. അങ്ങനെ CPM എന്ന പാർട്ടിയിൽ പല രംഗത്തും വർക്ക് ചെയ്ത് CPM-ന്റെ അടിയുറച്ച ഒരു നേതാവ് കൂടിയാണ് MV ജയരാജൻ. C. രഘുനാഥാണ് BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. ഈ C. രഘുനാഥ് നേരത്തെ കോൺഗ്രസിലായിരുന്നു. കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്ന C. രഘുനാഥ് BJPയിൽ ചേർന്നു. ആ രഘുനാഥാണ് BJPക്ക് വേണ്ടി ഇപ്പോൾ അവിടെ മത്സരിക്കുന്നത്. കണ്ണൂരിന് ഒരു പ്രത്യേകതയുള്ളത്, കണ്ണൂരുമുണ്ട് തീരദേശ പ്രദേശങ്ങൾ, അതേപോലെ ബീഡി തൊഴിലാളികൾ, വ്യവസായികൾ, വ്യവസായശാലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അങ്ങനെ നിരവധി തൊഴിലാളികളും തീരദേശവാസികളും ഒക്കെ തിങ്ങി നിറഞ്ഞ കണ്ണൂര് ഇപ്രാവശ്യം ആർക്കൊപ്പമായിരിക്കും എന്നാണ് അറിയേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം നല്ല ഭൂരിപക്ഷം നേടി അവിടെ നിന്നും പാർലമെന്റിലേക്ക് പോയത് K. സുധാകരനായിരുന്നു. മനോരമയുടെ സർവേ പറയുന്നത് 43% വോട്ടുകൾ നേടി K. സുധാകരൻ ജയിക്കും എന്ന് തന്നെയാണ്. MV ജയരാജനാണെങ്കിൽ 43% വോട്ടുകളാണ് മനോരമ പ്രവചിപ്പിക്കുന്നത്. അതേപോലെ C. രഘുനാഥനാണെങ്കിൽ 12% വോട്ടുകളാണ് മനോരമ പ്രവചിക്കുന്നത്. 24 ന്യൂസ് ആണെങ്കിൽ K. സുധാകരൻ നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്ന് തന്നെ പറയുന്നു. 45.3% വോട്ടുകൾ നേടി വിജയിക്കും എന്നാണ് 24 ന്യൂസ് പറയുന്നത്. MV ജയരാജനാണെങ്കിൽ 43.8% വോട്ടുകൾ നേടും എന്നും പറയുന്നു. C. രഘുനാഥ് 9.4% വോട്ടുകൾ നേടും എന്നും പറയും. ഇവിടെയാണ് ഞങ്ങളുടെ സർവേ കണ്ണൂരിലേക്ക് ഇറങ്ങിയത്. കണ്ണൂരിൽ ഞങ്ങൾക്ക് കിട്ടിയതാ ഈ C. രഘുനാഥ് കോൺഗ്രസിൽ നിന്ന് പോയതും C. രഘുനാഥിനെ അനുകൂലിക്കുന്ന ചില ഘടകങ്ങൾ അവിടെ ഉള്ളതും, അതുപോലെ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ രഘുനാഥ് നിന്നപ്പോൾ അവിടെ നിന്ന് നേടിയ വോട്ടുകളുടെ ഒരു ശരാശരിയും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ C. രഘുനാഥ് ഏതാണ്ട് 15% വോട്ടുകൾ നേടാനാണ് കണ്ണൂരിൽ സാധ്യത. അങ്ങനെയെങ്കിൽ MV ജയരാജൻ 40.12% വോട്ടുകൾ നേടുമെന്നും സർവേ പറയുന്നു. അങ്ങനെയാവുമ്പോൾ അവിടെ വിജയം വരിക്കുക എന്ന് കണ്ണൂരിലെ ജനങ്ങൾ പറയുന്നത് K. സുധാകരൻ തന്നെയാണ്. 44.6% വോട്ടുകൾ നേടി K. സുധാകരൻ കണ്ണൂരിൽ വിജയിക്കും എന്ന് പറയുന്നു. ഇതുവരെ നടത്തിയ എല്ലാ സർവേകളിലും എല്ലാവരും പറയുന്നത് K. സുധാകരൻ തന്നെ അവിടെ വിജയിക്കും എന്നുള്ളതാണ്. രാഷ്ട്രീയമായ പല വാദപ്രതിവാദങ്ങളും ഓരോ ദിവസം തോറും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും, ബോംബ് കഥകളും കള്ളവോട്ടിന്റെ കഥകളും എല്ലാ കഥകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഒരു കാര്യം നമുക്ക് അനുമാനിക്കാം, ജനങ്ങളുടെ മനസ്സളക്കുക അത്ര എളുപ്പമല്ല. പക്ഷെ എങ്കിലും ജനമനസ്സുകളിൽ കുടിയേറിയ ചില ആളുകളുണ്ട്. അങ്ങനെ കണ്ണൂരിന്റെ ജനങ്ങളുടെ ഒരു മനസ്സ് നോക്കുകയാണെങ്കിൽ അത് സുധാകരനോടൊപ്പമായിരിക്കും എന്നാണ് ഞങ്ങളുടെ സർവേയിൽ തെളിയുന്നത്. 44.6% വോട്ടുകൾ നേടി K. സുധാകരൻ വിജയിച്ചു വരും എന്ന് തന്നെയാണ് സർവേകൾ സൂചിപ്പിക്കുന്നത്.